ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10th മെയിൻസ് പരീക്ഷ, അതല്ലെങ്കിൽ വരാൻ പോകുന്ന LD ക്ലർക്ക്, LGS പരീക്ഷ തുടങ്ങി 10ാം തരം ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും സഹായകരമാകുന്ന രീതിയിൽ GK പോർഷനുകളാണ്. GK പോർഷൻ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുത്ത് ആ ടോപ്പിക്കിൽ നിന്ന് PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, SCERT പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ അനുബന്ധ വിവരങ്ങൾ അടങ്ങിയ ശേഖരമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 4 ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു. 1000 ദിവസത്തെ പ്ലാനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3ാം ഭാഗം, നമ്മുടെ കല, ശാസ്ത്രം, സാഹിത്യം, കായികം ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ്സാണിത്. ആദ്യ 2 ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 45ാമത് വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനെ നമുക്കെല്ലാം അറിയാം. ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഈ കൃതിക്കാണ് 45ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത്. 1,00,000 രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവുമാണ് പുരസ്കാരം. 2020 44ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയയ്ക്കാണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ സോപാന സംഗീതം ഏതൊക്കെയാണ്? കൊട്ടിപ്പാടി സേവ, രംഗസോപാനം, അരങ്ങു സംഗീതം ഇതെല്ലാം സോപാനമാണ്. അനുഷ്ഠാനവാദ്യങ്ങൾ ഉരുട്ടുചെണ്ട, മൃദംഗം, മിഴാവ്, മദ്ദളം, പെരുമ്പറ, ഇടയ്ക്ക, കുഴൽ, കടുന്തുടി, ഇലത്താളം, കുഴുത്താളം, ഉടുക്ക്, തമ്പർ, വീക്കൻചെണ്ട, തിമില, ചങ്കിടിക്കുഴൽ, ചില്ലരി, അങ്ക്യം. അനുഷ്ഠാനവാദ്യങ്ങളാണ് ഈ തന്നിരിക്കുന്നവയൊക്കെ. ചിലതൊക്കെ ഓർത്തിരിക്കും, ചിലതൊക്കെ പ്രയാസമാണ്. വാദ്യങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു. തതവാദ്യങ്ങൾ: പുള്ളുവൻ വീണ, പുള്ളുവൻ കുടം, തന്തുണി, വില്ല്. അവനദ്ധവാദ്യങ്ങൾ: മരം, ചെണ്ട, പറ, ഇടയ്ക്ക, തിമില, മദ്ദളം, കിടുപിടി, ഡമാണം, തപ്പ്, തുടി, ഉടുക്ക് ഒക്കെയാണ് അവനദ്ധവാദ്യങ്ങൾ. കനവാദ്യങ്ങൾ: ചേങ്ങില, ഇലത്താളം, കുഴിത്താളം, കണ്ണാരം, ചില്ല, കോല്, ചിലമ്പ്. എൻ്റെ പൊന്നെ, ഓർത്തിരിക്കാൻ എന്തൊരു പാട്. സുഷിരവാദ്യങ്ങൾ ഓർക്കാം: ശംഖ്, കൊമ്പ്, കുറുകുഴൽ. ക്ഷേത്രവാദ്യങ്ങൾ: ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില, മിഴാവ്, ഇലത്താളം, ചേങ്ങില, ശംഖ്, കൊമ്പ്, കുറുങ്കുഴൽ. ചെണ്ടമേളങ്ങൾ: പഞ്ചാരിമേളം, പാണ്ടിമേളം, ചെമ്പടമേളം, അഞ്ചടന്തമേളം, പമ്പമേളം, അടന്തമേളം, ധ്രുവമേളം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏത്? ചാക്യാർ കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പ്രത്യേക അരങ്ങാണ് കൂത്തമ്പലം. ചാക്യാർ കൂത്തിലെ ജീവനായ രസം ഹാസ്യമാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. കൂത്തു നടത്താൻ അധികാരമുള്ള സമുദായം നമ്പ്യാരല്ല, ചാക്യാരാണ്. കേരളത്തിലെ പ്രധാന കൂത്തമ്പലങ്ങൾ: ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവ്. മിഴാവ് കൊട്ടാൻ അധികാരമുള്ള സമുദായം അമ്പലവാസി നമ്പ്യാർ. 2019 ദ്രോണാചാര്യ അവാർഡ് ലഭിക്കാത്തവരെ കണ്ടെത്തുക. ലഭിക്കാത്തവർ രവിശാസ്ത്രി മാത്രമാണ്. സഞ്ജയ് ഭരദ്വാജ്, സംഗീത് ഗുപ്ത, രൺബീർ സിംഗ് ഖോക്കർ ഇവർക്കെല്ലാം ദ്രോണാചാര്യ ലഭിച്ചു. ഇതുവരെ രവിശാസ്ത്രിക്ക് ലഭിച്ചിട്ടില്ല. 2019 ദ്രോണാചാര്യ അവാർഡ്
കായിക പരിശീലകർ കായിക ഇനം: മോഹീന്ദർ സിംഗ് ധില്ലൻ അത്ലറ്റിക്സ്, യു വിമൽകുമാർ ബാഡ്മിൻ്റൺ, സഞ്ജയ് ഭരദ്വാജ് ക്രിക്കറ്റ്, മർസ്ബാൻ പട്ടേൽ ഹോക്കി, സന്ദീപ് ഗുപ്ത ടേബിൾ ടെന്നീസ്, രംബീർ സിംഗ് ഖോഖർ കബഡി. കേരള കലാമണ്ഡലം അവാർഡ് 2020 പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കൂടിയാട്ടമാചാര്യൻ അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർക്ക് 50,000 രൂപയും പ്രശംസി പത്രവും പൊന്നാടയും അടങ്ങുന്ന ഫെലോഷിപ്പ് ലഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. യുവ പ്രതിഭയ്ക്കുള്ള പുരസ്കാരമാണ് കലാമണ്ഡലം കെ എ ഐശ്വര്യയ്ക്ക് ലഭിച്ചത്, സമഗ്ര സംഭാവനയ്ക്കല്ല. അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർക്കൊപ്പം കഥകളി സംഗീത ആചാര്യൻ ചേർത്തല തങ്കപ്പം പണിക്കരും 2020 ഫെലോഷിപ്പിന് അർഹനായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾ കെട്ടുന്ന ഏക തെയ്യം ദേവകൂത്ത്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടക്കടുത്ത് ചെറുകുന്നിന് സമീപമുള്ള തെക്കുംപാട് കുലോം ക്ഷേത്രത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവകൂത്ത്. 2 വർഷത്തിലൊരിക്കലാണ് ഈ പ്രത്യേക തെയ്യം കെട്ടിയാടുന്നത്. വള്ളിത്തെയ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. നിള പൈതൃക മ്യൂസിയം പൊന്നാനി, ക്ഷേത്ര മ്യൂസിയം കൊടുങ്ങല്ലൂർ, തെയ്യം മ്യൂസിയം കൊയിലാണ്ടി, കണ്ടൽ മ്യൂസിയം കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ നദീ സാംസ്കാരിക മ്യൂസിയമായ നിള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് പൊന്നാനിയിൽ. കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം കൊടുങ്ങല്ലൂരിൽ. കേരളത്തിലെ തെയ്യം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടിയിൽ. ഞാൻ പറഞ്ഞതൊന്ന് ജസ്റ്റ് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഒരു ആൻസർ തെയ്യം കണ്ണൂർ, കണ്ടൽ കൊയിലാണ്ടി. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആദ്യത്തെ പേര് യൂൾസ് റിമേ കപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇംഗ്ലീഷ് FA കപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെൻറ്റ് കോപ്പ അമേരിക്ക. പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഉറുഗ്വേ. പ്രഥമ ഫുട്ബോൾ ലോകകപ്പിൽ റണ്ണറപ്പായ രാജ്യം അർജൻറ്റീന. ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് നടന്ന വർഷം 1930. പങ്കെടുത്ത രാജ്യങ്ങൾ 13. ടോക്കിയോ ഒളിമ്പിക്സ് 2020 സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി, ശരിയാണ്. ഭാരോദ്വഹനത്തിലെ 49 കിലോഗ്രാം വിഭാഗത്തിൽ മീരാബായി ചാനു വെള്ളി നേടി, ശരിയാണ്. ഫൈൻ സി ദത്താണ് ഒളിമ്പിക് ബാഡ്മിൻ്റൺ മത്സരം നിയന്ത്രിക്കുന്ന അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരനും മലയാളിയും. സി മാത്രമാണ് തെറ്റ്. PV സിന്ധു വെങ്കല മെഡൽ നേടിയാണ് തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരമായത്. വെള്ളി മെഡൽ അല്ല. ടോക്കിയോ ഒളിമ്പിക്സിൽ 2020 ഇന്ത്യക്കായി അത്ലറ്റിക്സിലെ ആദ്യ ഒളിമ്പിക് സ്വർണം ജാവലിൻ താരം നീരജ് ചോപ്ര നേടി. 87.58 മീറ്റർ ദൂരമെറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ ദിവസവും 10 മിനിറ്റ് വെച്ചിട്ടാണ് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.